ഈ സ്പോർട്സിൽ ആദ്യം നമ്മൾ സ്പോർട്സിൻ്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ പോവുകയാണ്. കാരണം ആദ്യം നമ്മൾ സ്പോർട്സ് നമ്മുടെ ഒളിമ്പിക്സിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒളിമ്പിക്സിലോട്ട് കിടക്കാം. ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ളൊരു കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. അതായത് ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ള കായിക മാമാങ്കം ചോദിക്കുകയാണെങ്കിൽ ഒളിമ്പിക്സ് ആണ്. ഈ ഒളിമ്പിക്സ് ആരംഭിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഗ്രീസിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ആരംഭിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു കായിക മാമാങ്കം തന്നെയാണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഏതു ദേവന്റെ സ്മരണാർത്ഥമാണ് ഗ്രീസിൽ ഒളിമ്പിക്സ് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ സിയൂസ് ദേവന്റെ സ്മരണാർത്ഥമാണ് ഗ്രീസിൽ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. അപ്പോൾ ഏതു ദേവന്റെ സ്മരണാർത്ഥമാണ് ഒളിമ്പിക്സ് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ സിയൂസ് ദേവന്റെ സ്മരണാർത്ഥം ഒളിമ്പിക്സ് ആരംഭിക്കുന്നു, അല്ലെങ്കിൽ പ്രാചീന ഒളിമ്പിക്സ് ആരംഭിക്കുന്നു BC 776 പ്രാചീന ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് BC 776 ഏത് ദേവന്റെ സ്മരണാർത്ഥം എന്ന് ചോദിച്ചാൽ അത് സിയൂസ് ദേവന്റെ സ്മരണാർത്ഥമാണ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഗ്രീസ് ആണ്. ഒളിമ്പിക്സിന് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു കായിക മാമാങ്കം തന്നെയാണ് ഒളിമ്പിക്സ്. BC 776 ആരംഭിക്കുന്നത്. സിയൂസ് ദേവന്റെ സ്മരണാർത്ഥമാണ്. ഈ പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങളെല്ലാം നടന്നത് ഒളിമ്പിയ നഗരത്തിലാണ്. ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തിലാണ് പ്രാചീന ഒളിമ്പിക്സ് മത്സരം. ഈ പ്രാചീന ഒളിമ്പിക്സ് മത്സരം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ ഒരു ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങളെല്ലാം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. പ്രാചീന ഒളിമ്പിക്സ് മത്സരത്തിലെ ആദ്യ വിജയിയാണ് കോറിബസ്. പ്രാചീന ഒളിമ്പിക്സ് മത്സരത്തിലെ ആദ്യ വിജയി ചോദിക്കുകയാണെങ്കിൽ കോറിബസ് ആണ് ആദ്യ വിജയി. എന്നാൽ ഇത് നിർത്തലാക്കുന്നു. പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കുന്നു. പുരാതന ഒളിമ്പിക്സ് AD 394 പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കിയ ചക്രവർത്തിയായിരുന്നു തിയോഡോഷ്യസ് ഒന്നാമൻ. തിയോഡോഷ്യസ് ഒന്നാമനാണ് പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കുന്നു. AD 394 6 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം അത് ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. ഏത് ദേവന്റെ സ്മരണാർത്ഥമാണ് ഒളിമ്പിക്സ് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ അത് സിയൂസ് ദേവന്റെ സ്മരണാർത്ഥമാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. BC 776 പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത്. BC 776 പ്രാചീന ഒളിമ്പിക്സ് മത്സരം ഒരു ദിവസം മാത്രമാണ് നീണ്ടു നിന്നത്. പ്രാചീന ഒളിമ്പിക്സ് മത്സരം. പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങളെല്ലാം നടന്നത് ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തിലാണ്. ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തിലാണ്. അപ്പൊ ആദ്യ വിജയി ചോദിക്കുകയാണെങ്കിൽ കോറിബസ് ആണ് ആദ്യ വിജയി. പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കിയ ചക്രവർത്തി ചോദിക്കുകയാണെങ്കിൽ തിയോഡോഷ്യസ് ഒന്നാമനാണ് പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കിയ ചക്രവർത്തി. അത് പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കിയത് AD 394 AD 394 പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കി. അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തെ വീണ്ടും അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കാനും അതിന് വീണ്ടും മത്സരങ്ങളൊക്കെ എല്ലാം കൊണ്ടുവരാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചു. കാരണം ഒളിമ്പിക്സ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും മത്സരവേദി തിരഞ്ഞെടുക്കുന്നതുമാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും മത്സരവേദി തിരഞ്ഞെടുക്കുന്നതും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വരുന്നു 1894 ജൂൺ മാസം 23. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വരുന്നത് 1894 ജൂൺ മാസം 23 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി വരുന്നത്. ആ ജൂൺ മാസം 23 ഒരു പ്രത്യേകതയുണ്ട്. ജൂൺ മാസം 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ മാസം 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ മാസം 23 ദേശീയ കായിക ദിനം ചോദിക്കുകയാണെങ്കിൽ അത് ഓഗസ്റ്റ് മാസം 29 ദേശീയ കായിക ദിനം ആചരിക്കുന്നത്.
ദേശീയ കായിക ദിനം ഹോക്കി മാന്ത്രികനായ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ മാസം 13 ആണ്. GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. അപ്പൊ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ മാസം 23-ാം തീയതിയാണ്. കാരണം ഈ ഒളിമ്പിക്സ് നടക്കുന്നത്, അത് ഏത് വർഷമാണ് ഒളിമ്പിക്സ് നടന്നിരുന്നാലും ജൂൺ മാസം 23-ാം തീയതിയാണ് ഒളിമ്പിക്സ് മത്സരങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി, 2021 ഒളിമ്പിക്സ് നടക്കുന്നത് ജൂൺ മാസം 23-ാം തീയതി തന്നെയാണ്. 2021 ഒളിമ്പിക്സ് ആരംഭിക്കുന്നു ജൂൺ മാസം 23-ാം തീയതിയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. നിലവിൽ വരുന്നത് 1894 ജൂൺ മാസം 23. ആ ജൂൺ മാസം 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. എവിടെയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ലോസൈൻ ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ ആണ്. സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ ആണ്. ഈ സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ ആണ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ ആണ്. സ്വിറ്റ്സർലാൻഡിലെ ലോസൈനിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം. ആരാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ദിമിത്രിയസ് വിഗേലസ് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പേറി ഡി കുബർട്ടിൻ ആണ്. കാരണം ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പേറി ഡി കുബർട്ടിൻ അദ്ദേഹം 2ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ദിമിത്രിയസ് വിഗേലസ് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 2ാമത്തെ പ്രസിഡന്റ് ചോദിച്ചാലാണ് പേറി ഡി കുബർട്ടിൻ ആണ് 2ാമത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തെ നമ്മൾ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നു. പേറി ഡി കുബർട്ടിൻ ഇമ്പോർട്ടന്റ് നിലവിലെ പ്രസിഡന്റ് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ്. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മാത്രം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ലോകത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും മത്സരവേദി തിരഞ്ഞെടുക്കുന്നതും എല്ലാം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വരുന്നത് 1894 ജൂൺ മാസം 23-ാം തീയതിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വരുന്നത്. ആ ജൂൺ മാസം 23-ാം തീയതി നമ്മൾ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ജൂൺ മാസം 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ലോസൈൻ ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം അവിടെ തന്നെയാണ്. ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ലോസൈനിലാണ്. ആദ്യ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ദിമിത്രിയസ് വിഗേലസ് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. 2ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു പേറി ഡി കുബർട്ടിൻ, 2ാമത്തെ പ്രസിഡന്റ് ആണ്. നിലവിലെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ തോമസ് ബാച്ച് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. അതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ പോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ പോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഉണ്ട്. ആ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചത് 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരുന്നത്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം. ആദ്യ ചെയർമാൻ ദൊറാബ്ജി ടാറ്റയാണ്. ആദ്യ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ നരീന്ദർ ബാത്രയാണ്. നരീന്ദർ ബാത്ര ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ. മറ്റൊന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ചോദിക്കുകയാണെങ്കിലും നരീന്ദർ ബാത്രയാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാലും നരീന്ദർ ബാത്രയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ അംഗമാകുന്ന നിലവിലെ ചെയർമാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാലും നരീന്ദർ ബാത്രയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി 1894 ജൂൺ മാസം 23-ാം തീയതിയാണ് വന്നത്. അത് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ജൂൺ മാസം 23. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ലോസൈനിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം. മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ലോസൈനിൽ തന്നെയാണ്. ലോസൈൻ സ്വിറ്റ്സർലാൻഡിലാണ്.
ആദ്യ പ്രസിഡന്റ് ദിമിത്രിയസ് വിഗേലസ് ആണ് ആദ്യ പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ പീറി ഡി കുബർട്ടിൻ ആണ് രണ്ടാമത്തെ പ്രസിഡന്റ്. നിലവിൽ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോമസ് ബാച്ച് ആണ്. നിലവിലെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരുന്നു. 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരുന്നത്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ആദ്യ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ദൊറാബ്ജി ടാറ്റയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ ചെയർമാൻ ദൊറാബ്ജി ടാറ്റ. നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ നരീന്ദർ ബാത്രയാണ്. നിലവിലെ ചെയർമാൻ നരീന്ദർ ബാത്രയാണ്. ഇദ്ദേഹം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമാവുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് നരീന്ദർ ബാത്ര. അങ്ങനെ ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നു. ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഗ്രീസിൽ തന്നെയാണ്. ഗ്രീസിലെ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഗ്രീസിലെ ഏതൻസിലാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ പീറി ഡി കുബർട്ടിൻ ആണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പീറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 16 ദിവസം നീണ്ടു നിന്നു. പുരാതന ഒളിമ്പിക്സ് ഒരു ദിവസം നീണ്ടു നിന്നു എങ്കിൽ ആധുനിക ഒളിമ്പിക്സ് 16 ദിവസം നീണ്ടു നിന്നു. ആധുനിക ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 14 രാജ്യങ്ങൾ പങ്കെടുത്തു. ആധുനിക ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 14. ആധുനിക ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 16 ദിവസം നീണ്ടു നിന്നു. അപ്പൊ ഈ മാസം ജൂൺ മാസം 23 ആരംഭിക്കുന്ന ഒളിമ്പിക്സ് 16 ദിവസം നിൽക്കുന്നതായിരിക്കും. പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം അന്ന് 14 ആയിരുന്നു. എത്ര വർഷത്തിൽ ഒരിക്കലാണ് ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ 4 വർഷത്തിൽ ഒരിക്കലാണ് ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത്. 4 വർഷത്തിൽ ഒരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നതും 4 വർഷത്തിൽ ഒരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. മിക്കവാറും ഏകദേശ ടൂർണമെന്റ് വേൾഡ് കപ്പ് എല്ലാം നടക്കുന്നതും 4 വർഷത്തിൽ ഒരിക്കലാണ്. അപ്പോ എത്ര വർഷത്തിൽ ഒരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ 4 വർഷത്തിൽ ഒരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. 1896 ഏതൻസിൽ നടന്ന ഒളിമ്പിക്സിലെ ജേതാക്കൾ അമേരിക്കയാണ്. 1896 ഒളിമ്പിക്സിലെ ജേതാക്കൾ ആദ്യ ഒളിമ്പിക്സിലെ ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ അമേരിക്കക്കാരാണ് ആദ്യ ജേതാക്കൾ. ആദ്യ മെഡൽ ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് കൊണാലിയാണ്. USA കാരനായ ജെയിംസ് കൊണാലി ആയിരുന്നു ആദ്യ മെഡൽ ജേതാവ്. സുവർണ താരമായിട്ട് തിരഞ്ഞെടുത്തത് അന്ന് കാൾ ഷൂമാനെയായിരുന്നു. സുവർണ താരമായിട്ട് തിരഞ്ഞെടുത്തത് കാൾ ഷൂമാനെയാണ്. ഈ ആധുനിക ഒളിമ്പിക്സ് മാത്രം നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നു 1896 ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പീറി ഡി കുബർട്ടിൻ ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ആധുനിക ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 16 ദിവസം നീണ്ടു നിന്നു. അമേരിക്കയുടെ 16 എന്ന് പറഞ്ഞ ഒരു നമ്പർ അമേരിക്കയിൽ വളരെ പ്രത്യേകതയാണ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി എബ്രഹാം ലിങ്കൻ ആണ് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്. ഒപ്പം ഒരു കാര്യം കൂടി ഓർത്തിരുന്നോ, സൾഫറിന്റെ അറ്റോമിക് നമ്പർ 16 ആണ് സൾഫർ. നിലവിൽ അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. 46ാമത്തെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. 49ാമത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ്. 49ാമത്തെ വൈസ് പ്രസിഡന്റ് വനിതയാണ്, ഇന്ത്യൻ വംശജയായ കമല ഹാരിസ്. 49 അപ്പൊ ആധുനിക ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 14 രാജ്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 4 വർഷത്തിൽ ഒരിക്കലാണ് ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത്. 4 വർഷത്തിൽ ഒരിക്കലാണ്. 1896 ഒളിമ്പിക്സിലെ ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയാണ് 1896 ഒളിമ്പിക്സിലെ ജേതാക്കൾ. ആദ്യ മെഡൽ ജേതാവ് ജെയിംസ് കൊണാലിയാണ്. ആദ്യ മെഡൽ ജേതാവ് അമേരിക്കക്കാരനായ ജെയിംസ് കൊണാലിയാണ്. സുവർണ താരമായിട്ട് അന്ന് തിരഞ്ഞെടുത്തത് കാൾ ഷൂമാനെയായിരുന്നു. സുവർണ താരമായിട്ട് തിരഞ്ഞെടുത്തത് എങ്കിൽ ആദ്യ ഒളിമ്പിക്സിലെ വനിതാ ജേതാവ് ഷാർലറ്റ് കൂപ്പർ ആണ്. വനിതാ ജേതാവ് ഷാർലറ്റ് കൂപ്പർ. കാരണം ആദ്യമായിട്ട് വനിതകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. ആദ്യമായിട്ട് വനിതകൾ പങ്കെടുക്കുന്നത് 1900, അത് പാരീസ് ഒളിമ്പിക്സിലാണ്. അപ്പോ ആദ്യ വനിതാ ജേതാവ് ഷാർലറ്റ് കൂപ്പർ ആണ്. 1900, അത് പാരീസ് ഒളിമ്പിക്സിലായിരുന്നു. അങ്ങനെ പാരീസ് ഒളിമ്പിക്സിൽ 2 പ്രത്യേകതയും കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതും 1900, അതും പാരീസ് ഒളിമ്പിക്സിലാണ്. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1900, അത്
പാരീസ് ഒളിമ്പിക്സിലാണ്. മറ്റൊന്ന് ആദ്യമായിട്ട് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്നു 1900, അതും പാരീസ് ഒളിമ്പിക്സിലാണ്. പക്ഷേ നിലവിൽ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഇല്ല. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നു 1900, അത് പാരീസ് ഒളിമ്പിക്സിലാണ്. ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു 1900, അതും പാരീസ് ഒളിമ്പിക്സിലാണ്. വനിതകൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു, അതും 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. എങ്കിൽ ഒളിമ്പിക്സിലെ ആദ്യ വനിതാ ജേതാവ് ചോദിക്കുകയാണെങ്കിൽ ഷാർലറ്റ് കൂപ്പറാണ് ആദ്യ വനിതാ ജേതാവ്. പക്ഷേ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെയും വനിതകൾ മത്സരിച്ചത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെയും വനിതകൾ മത്സരിക്കുന്നത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെയും വനിതകൾ മത്സരിക്കുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യം പെട്ടെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ആദ്യത്തെ വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ അത് ഷാർലറ്റ് കൂപ്പറാണ് 1900 പാരീസ് ഒളിമ്പിക്സിൽ. കാരണം വനിതകൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു 1900 പാരീസ് ഒളിമ്പിക്സ്. ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു 1900 പാരീസ് ഒളിമ്പിക്സ്. ആദ്യമായിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നു 1900, അതും പാരീസ് ഒളിമ്പിക്സിലാണ്. പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെയും വനിതകൾ മത്സരിച്ച ആദ്യ ഒളിമ്പിക്സ് ലണ്ടൻ ഒളിമ്പിക്സ്, അത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സിലെ ഗാനം. അങ്ങനെ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഒരു ഗാനം ആലപിക്കുന്നു. ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഒരു ഗാനം രചിക്കുന്നു. അത് കോസ്റ്റാസ് പലാമസ് ആണ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഗാനം രചിച്ചത്. അങ്ങനെ ആ കോസ്റ്റാസ് പലാമസ്, ഗ്രീക്ക് കവിയായ കോസ്റ്റാസ് പലാമസ് രചിച്ച ഒളിമ്പിക്സ് ഗാനം 1896 ഏതൻസ് ഒളിമ്പിക്സിലാണ് ആലപിക്കുന്നത്. 1896 ഏതൻസ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് ഗാനം ആലപിക്കുന്നത്. ആദ്യമായിട്ട് ഗാനം രചിച്ച വ്യക്തി കോസ്റ്റാസ് പലാമസ് ആണ് ഗാനം രചിച്ചത്. ആ ഗാനം ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് സ്പൈറിഡോൺ സമാരസ് ആണ്. ഗാനം ചിട്ടപ്പെടുത്തിയത് സ്പൈറിഡോൺ സമാരസ് ആണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. ഗാനം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിക്കുന്നത് 1960 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചു 1960 ഗാനം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച വർഷം. അപ്പൊ 4 കാര്യങ്ങള്. ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഗാനം ആലപിക്കുന്നു 1896, അത് ഏതൻസിലാണ്. 1896 കൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഗാനമല്ല, ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നു 1896 കൽക്കത്ത സമ്മേളനത്തിൽ ടാഗോർ. ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് 1911 INC സമ്മേളനത്തിലാണ്. അതും കൽക്കത്തയിൽ തന്നെയാണ്. അതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ഒളിമ്പിക്സിന്റെ ദേശീയ ഗാനം അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഗാനം ആദ്യമായിട്ട് 1896 ഏതൻസിലാണ്. ഗാനം രചിച്ച വ്യക്തി കോസ്റ്റാസ് പലാമസ് ആണ്. ആ ഗാനം ചിട്ടപ്പെടുത്തിയത് സ്പൈറിഡോൺ സമാരസ് ആണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. ഗാനം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നു 1960 ഗാനത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1960. ശേഷം ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉയർത്തുന്നു. ഒളിമ്പിക്സ് പതാക 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉയർത്തിയത് 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. ആന്റ്വെർപ്പ് ബെൽജിയത്താണ്. ആന്റ്വെർപ്പ്. അപ്പൊ ഒളിമ്പിക്സ് പതാക 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിൽ ഉയർത്തുന്നു. ഒളിമ്പിക്സ് പതാകയുടെ നിറം ചോദിക്കുകയാണെങ്കിൽ വെള്ളയാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം ചോദിച്ചിട്ടുണ്ട്. നീല ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. UN-ന്റെ ഔദ്യോഗിക പതാക നിറമാണ് നീല. ഒളിമ്പിക്സ് പതാകയുടെ നിറം ചോദിക്കുകയാണെങ്കിൽ വെള്ളയാണ്. UN-ന്റെ ഔദ്യോഗിക പതാകയുടെ നിറം ചോദിക്കുകയാണെങ്കിൽ അത് നീലയാണ്. ഈ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിയറി ഡി കുബർട്ടിൻ ആണ്. ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിയറി ഡി കുബർട്ടിൻ ആണ്. 3 കാര്യങ്ങൾ. ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉയർത്തുന്നു 1900, അത് ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. ഒളിമ്പിക്സ് പതാകയുടെ നിറം ചോദിക്കുകയാണെങ്കിൽ വെള്ളയാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. രൂപകൽപ്പന ചെയ്ത വ്യക്തി പിയറി ഡി കുബർട്ടിൻ ആണ്. ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്യുന്നത് പിയറി ഡി കുബർട്ടിൻ ആണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പിയറി ഡി കുബർട്ടിൻ. അദ്ദേഹമാണ് ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത്.
നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒളിമ്പിക്സ് നടക്കുമ്പോൾ TV-യിൽ വാർത്തകൾ പറയുമ്പോൾ ഒളിമ്പിക്സ് പതാക ഇങ്ങനെ പാറി നടക്കുന്നു. അതിനകത്ത് പരസ്പരം കോർത്തിണക്കിയ 5 വളയങ്ങളുണ്ട്. അതാണ് ഒളിമ്പിക്സ് ഔദ്യോഗിക ചിഹ്നം. ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം കോർത്തിണക്കിയ 5 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നം. പരസ്പരം കോർത്തിണക്കിയ 5 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നം. ഈ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. നീല, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുക. നീലയുണ്ട്, കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. ഇതില് നീല ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നീല യൂറോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ജേഴ്സിയുടെ നിറം എല്ലാം നീലയാണ്, അതുകൊണ്ട് അത് ഏഷ്യയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒളിമ്പിക്സിൽ പരസ്പരം കോർത്തിണക്കിയ 5 ഭൂഖണ്ഡങ്ങളെ നിറങ്ങളാൽ അത് ചിത്രീകരിക്കുന്നതിൽ അത് നീല യൂറോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. കറുപ്പ് ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു. ചുവന്ന വളയം അമേരിക്കയെ സൂചിപ്പിക്കുന്നു. ഏഷ്യക്ക് നൽകിയത് മഞ്ഞയാണ്. മഞ്ഞ നിറമാണ് ഏഷ്യയെ സൂചിപ്പിക്കുന്നത്. മഞ്ഞ നിറമാണ്. പച്ച ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്നത് പച്ചയാണ്. അപ്പൊ നീല യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു, കറുപ്പ് ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു, ചുവപ്പ് അമേരിക്കയെ സൂചിപ്പിക്കുന്നു, മഞ്ഞ ഏഷ്യയെ സൂചിപ്പിക്കുന്നു, പച്ച ഓസ്ട്രേലിയയും സൂചിപ്പിക്കുന്നു. പേസി നീല ചോദിച്ചിട്ടുണ്ട്, യൂറോപ്പിനെ സൂചിപ്പിക്കുന്ന നിറം. ഒളിമ്പിക്സ് ഔദ്യോഗിക ചിഹ്നത്തിൽ നടുവിലായി കാണുന്നത് ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആഫ്രിക്കയാണ്. അപ്പൊ നടുവിലായി കാണുന്ന നിറം ചോദിച്ചിട്ടുണ്ട്, അത് കറുപ്പാണ്. അത് ഏത് ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു. ഏഷ്യയെ സൂചിപ്പിക്കുന്ന നിറം ചോദിച്ചിട്ടുണ്ട്, മഞ്ഞയാണ്. അപ്പൊ പരസ്പരം കോർത്തിണക്കിയ 5 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നം. 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു, അല്ലെ? വെള്ള പതാകയുടെ പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്തിണക്കിയ 5 വളയങ്ങൾ ഉണ്ട്. നീല യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു, കറുപ്പ് ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു, ചുമപ്പ് അമേരിക്കയെ സൂചിപ്പിക്കുന്നു, മഞ്ഞയാണ് ഏഷ്യയെ സൂചിപ്പിക്കുന്നത്, പച്ച ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ് എന്നാണ്. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ എന്നാണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ഈ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ദിദിയോൺ ആണ്. ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം തയ്യാറാക്കിയ വ്യക്തി ഫാദർ ഹെൻറി ദിദിയോൺ ആണ്. എന്താണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ചോദിക്കുകയാണെങ്കിൽ സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ് ആണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ഇതൊരു ലാറ്റിൻ വേർഡാണ്. മലയാളത്തിൽ കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, കൂടുതൽ വേഗത്തിൽ. ഇതാണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ആദ്യമായിട്ട് ഒളിമ്പിക്സ് ആപ്തവാക്യം ഉപയോഗിക്കുന്നു 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. 1924 പാരീസ് ഒളിമ്പിക്സ് നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് കൂടിയുണ്ട്. നമ്മളത് കുറച്ച് മുൻപ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളത് പഠിക്കുന്നതായിരിക്കും. 1924 CK ലക്ഷ്മണൻ. അപ്പൊ ഒളിമ്പിക്സ് ആപ്തവാക്യം ഒന്നുകൂടി തയ്യാറാക്കിയ വ്യക്തി ഫാദർ ഹെൻറി ദിദിയോൺ ആണ്. സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ്, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ഇതാണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ് ഒരു ലാറ്റിൻ വേർഡാണ്. ഒളിമ്പിക്സ് ആപ്തവാക്യം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. അപ്പൊ ഗാനം 1896 ഏതൻസിലാണ്. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1960 അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒളിമ്പിക്സ് പതാകയാണ്. 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് പതാക. അതിനുശേഷം വരുന്നു ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് ദീപം. ഒളിമ്പിക്സ് ദീപം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഇയാൻ വിൻസ്.
ഇയാൻ വിൻസ് ആണ് ഒളിമ്പിക്സ് ദീപം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി. അങ്ങനെ ഒളിമ്പിക്സിൽ ദീപം കൊളുത്തുന്നു. ആധുനിക ഒളിമ്പിക്സിൽ ദീപം തെളിയിക്കുന്നു 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ഇയറാണ് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. അപ്പം നമ്മൾ മനസ്സിലൊന്ന് ചിന്തിക്കുക, ഡാമിലെല്ലാം ദീപം കൊളുത്തി വെച്ചിട്ടുണ്ട്. ആധുനിക ഒളിമ്പിക്സിലെ ദീപം തെളിയിക്കുന്നു 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. എന്നാൽ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം നടത്തുന്നു. ദീപശിഖ പ്രയാണം നടക്കുന്ന ഏകദേശ രാജ്യങ്ങളിലും കൊണ്ടുപോവുകയാണ് ദീപശിഖ പ്രയാണം. ചെറിയ രീതിയിൽ തുടങ്ങുന്നു. അത് 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ദീപശിഖ പ്രയാണം നടത്തുന്നത്. അപ്പോൾ ആധുനിക ഒളിമ്പിക്സിന്റെ ദീപം തെളിയിക്കുന്നു 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ദീപം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഇയാൻ വിൻസ്. ദീപശിഖ പ്രയാണം നടത്തുന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. എന്നാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം വരുന്നു 1964 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. പ്രത്യേകത, ഏഷ്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടക്കുന്നതും 1964 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം വരുന്നു 1964 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. നോക്കിക്കോടാ, 1900 നമ്മൾ നേരത്തെ മുൻപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. വനിതകൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു, ക്രിക്കറ്റിനെ ഉൾപ്പെടുത്തി, ഇന്ത്യ ആദ്യമായിട്ട് മത്സരിക്കുന്നു 1900. ഇതെല്ലാം പാരീസ് ഒളിമ്പിക്സിലാണ്. അങ്ങനെ 1900 ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ വ്യക്തി ബ്രിട്ടീഷ് ഇന്ത്യയാണെന്ന്, പക്ഷെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ നോർമൻ പ്രിച്ചാർഡ് ആണ്. അപ്പൊ 1900 ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ വ്യക്തിയാണ് നോർമൻ പ്രിച്ചാർഡ്. അദ്ദേഹം 2 വെള്ളി മെഡലുകൾ നേടി. 200 മീറ്റർ ഹർഡിൽസിലും 200 മീറ്റർ ഓട്ടത്തിലുമാണ്. 200 മീറ്റർ ഹർഡിൽസിലും 200 മീറ്റർ ഓട്ടത്തിലുമാണ് അദ്ദേഹം 2 വെള്ളി മെഡലുകൾ നേടി. 1900 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 വെള്ളി മെഡലുകൾ നേടിയ വ്യക്തിയാണ് നോർമൻ പ്രിച്ചാർഡ്. അദ്ദേഹം പാരീസ് ഒളിമ്പിക്സിൽ 200 മീറ്റർ ഹർഡിൽസിലും 200 മീറ്റർ ഓട്ടത്തിലുമാണ് 2 വെള്ളി മെഡലുകൾ നേടിയത്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ, ഒരുപക്ഷെ ഇത് സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെയാണ്. ഒരുപക്ഷെ എന്നല്ല, ഇത് തീർച്ചയായിട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ചോദിക്കുകയാണെങ്കിൽ മിൽഖ സിംഗ് ആണ്. 1960 ഒളിമ്പിക്സിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യക്കാരനായി മാറി മിൽഖ സിംഗ് ആണ്. ഇദ്ദേഹത്തെ ഇന്ത്യക്കാർ ഫ്ലൈയിങ് സിംഗ് അല്ലെങ്കിൽ പറക്കും സിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരം ചോദിക്കുകയാണെങ്കിൽ മിൽഖ സിംഗ് ആണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരം. അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം നമുക്കൊരിക്കൽ കൂടി. ആദ്യമായിട്ട് മെഡൽ നേടുന്നു നോർമൻ പ്രിച്ചാർഡ് ആണ് 1900, അത് പാരീസ് ഒളിമ്പിക്സിലാണ്. ശേഷം നമ്മൾ ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റിക്സ് മിൽഖ സിംഗ് ആണ്. 1960 ഒളിമ്പിക്സിലാണ് മിൽഖ സിംഗ് ഫൈനലിൽ പ്രവേശിച്ചത്. ഇദ്ദേഹത്തെ ഇന്ത്യക്കാർ പറക്കും സിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് മിൽഖ സിംഗ്. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നു. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നടാ 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അവിടെയാണ് നമ്മൾ ദീപങ്ങൾ കൊളുത്തിയത് ആദ്യമായിട്ട്. അപ്പൊ ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വർഷം 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണടാ. ഏതിനത്തിൽ നമുക്ക് സ്വർണം കിട്ടി എന്ന് ചോദിച്ചാൽ ഹോക്കിയിലാണ് കിട്ടുന്നത്. അന്ന് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയായിരുന്നു ജയ്പാൽ സിംഗ്. അന്ന് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് ജയ്പാൽ സിംഗ്. നിലവിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്.
PR ശ്രീജേഷ് മാറി. മൻപ്രീത് സിംഗ് ആണ് നിലവിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ. വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി രാംപാൽ ആണ്. 2020 അവർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. റാണി രാംപാൽ അവരാണ് വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ. അപ്പോൾ 1928 ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണം കൊണ്ടുവരുന്നു. അത് ഏതിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോക്കിയിലാണ്. ആ കളി നടക്കുന്നത് ആംസ്റ്റർഡാമിലെ 28 ഒളിമ്പിക്സിലാണ്. അന്ന് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്നു ജയപാൽ സിംഗ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ ഹോക്കിയിൽ നമ്മൾ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നു. അത് 1948 അവിടെയും 8 ഇവിടെയും 8. 1928 ആദ്യ സ്വർണം സ്വതന്ത്ര ഇന്ത്യയിൽ 1948 കിട്ടുന്നു. അവസാനമായിട്ട് ഇന്ത്യ ഹോക്കിയിൽ സ്വർണം നേടുന്നത് 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. അവസാനമായിട്ട് നമ്മൾ ഹോക്കിയിൽ സ്വർണം നേടുന്നു 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. മോസ്കോ ഒളിമ്പിക്സ്. അങ്ങനെ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ എത്ര തവണ സ്വർണം നേടി എന്ന് ചോദിച്ചാൽ 8 തവണ സ്വർണം നേടി. ആദ്യം നമുക്ക് കിട്ടുന്നു 1928. സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ സ്വർണം നേടുന്നത് 1948. ഏറ്റവും അവസാനം ലഭിക്കുന്നു 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. മോസ്കോ ഒളിമ്പിക്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു മലയാളി വനിത മോസ്കോ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു. അതും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. മോസ്കോ ഒളിമ്പിക്സിൽ അങ്ങനെ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ എത്ര തവണ സ്വർണം നേടി എന്ന് ചോദിച്ചാൽ 8 തവണ സ്വർണം നേടിയിട്ടുണ്ട്. 8 തവണ. അതിലും 8, 28, 48, 80, 8. അങ്ങനെ 8 തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സ്വർണം നേടിയിരിക്കുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. എന്നാൽ ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ഏക മലയാളി മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ഏക മലയാളി ചോദിക്കുകയാണെങ്കിൽ മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടുന്ന ഏക മലയാളി. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇദ്ദേഹം ഹോക്കിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി വെങ്കലമാണ് നേടുന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികളാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇമ്പോർട്ടന്റ് മലയാളികളാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണനാണ്. ആദ്യ മലയാളി CK ലക്ഷ്മണൻ. 1924 നമ്മൾ ഒരു ഒളിമ്പിക്സ് പറഞ്ഞായിരുന്നു. അത് പാരീസ് ഒളിമ്പിക്സ് ആണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ CK ലക്ഷ്മണൻ പങ്കെടുക്കുന്നു. ഹർഡിൽസിലാണ് CK ലക്ഷ്മണൻ. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണനാണ്. 1924 അത് പാരീസ് ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ അത് PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ വർഷം 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏക മലയാളി മാനുവൽ ഫെഡറിക് എന്ന് പറഞ്ഞു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സ് ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയാണ്. ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷ ഫൈനലിൽ എത്തുന്നത്. എന്നാൽ ഒളിമ്പിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ്. സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്. അതും 1984 ലോസ് ഏഞ്ചൽസിലാണ് ഷൈനി വിൽസൺ.
സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു ഡൗട്ട് വരും, സെമി ഫൈനൽ കഴിഞ്ഞിട്ടല്ലേ ഫൈനൽ? തീർച്ചയാണ്. കാരണം ആദ്യം നടന്നത് ഷൈനി വിൽസൺ പങ്കെടുത്ത മത്സരമായിരുന്നു. ആദ്യം നടന്നത് 1984 ലോസ് ഏഞ്ചൽസിൽ ആദ്യം നടന്നത് ഷൈനി വിൽസൺ പങ്കെടുത്ത മത്സരമായിരുന്നു. ഷൈനി വിൽസൺ സെമി ഫൈനലിൽ പ്രവേശിക്കുകയും ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒളിമ്പിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത, ആദ്യ മലയാളി വനിത ചോദിച്ചാലും ഷൈനി വിൽസൺ ആണ്. അത് കഴിഞ്ഞിട്ട് നടന്ന അത്ലറ്റിക് മത്സരമായിരുന്നു PT ഉഷ പങ്കെടുത്തത്. ആ അത്ലറ്റിക് മത്സരത്തിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നിന്നും ജയിച്ച് ഫൈനലിൽ പ്രവേശിച്ചു PT ഉഷ. ഫൈനലിൽ 100-ൽ ഒരു അംശത്തിന്റെ വ്യത്യാസത്തിൽ നമുക്ക് മെഡലുകൾ നഷ്ടപ്പെടുകയാണ്. അപ്പോ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ മലയാളി വനിത, ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് PT ഉഷ. സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ മലയാളി വനിത ചോദിച്ചാൽ ഷൈനി വിൽസൺ ആണ്. രണ്ടും ഒരു വർഷം 1984 ലോസ് ഏഞ്ചൽസ് ആണ്. 1984 ലോസ് ഏഞ്ചൽസ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് ടീമിനെ നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസിൽ ഇന്ത്യയുടെ പതാക ഏന്തി ഏത് രാജ്യമെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നു, നമ്മൾ ഇന്ത്യയുടെ പതാക ഏന്തി നമ്മൾ പോകുന്നു, അത് ഷൈനി വിൽസൺ ആണ്. അത് 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത അല്ലെങ്കിൽ ആദ്യ വനിത എന്നുള്ള ഒരു ബഹുമതി നേടുന്നത് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യറും രണ്ടാമത്തെ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശുമാണ്. ഇവർ 2 മലയാളി നീന്തൽ താരങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യ മലയാളി നീന്തൽ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. രണ്ടാമത്തെ മലയാളി നീന്തൽ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാജൻ പ്രകാശ് ആണ്. അപ്പോൾ സെബാസ്റ്റ്യൻ സേവ്യറും സാജൻ പ്രകാശും ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീന്തലാണ്. നീന്തൽ. 2 ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ഫുട്ബോൾ താരം. 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരം SS നാരായണനാണ്. 2 ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് SS നാരായണൻ. 1956 1960 ഒളിമ്പിക്സിൽ SS നാരായണൻ മലയാളികൾക്ക് വേണ്ടി, ഫുട്ബോളിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ വ്യക്തിയാണ് SS നാരായണൻ. അപ്പോൾ ഈ മലയാളികൾ മാത്രം നമ്മളൊന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു പോകുന്നു. ആദ്യം നമ്മൾ CK ലക്ഷ്മണനാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏക മലയാളി മാനുവൽ ഫെഡറിക്കാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത മാറിപ്പോവരുത്, അത് ഷൈനി വിൽസനും. ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. 1984 ലോസ് ഏഞ്ചൽസിൽ. അതേ 1984 ലോസ് ഏഞ്ചൽസിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ചോദിച്ചാലും ആദ്യ മലയാളി വനിതയും ഷൈനി വിൽസൺ ആണ്. 92 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യറും രണ്ടാമത്തെ വ്യക്തി സാജൻ പ്രകാശുമാണ്. സാജൻ പ്രകാശ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരം SS നാരായണനാണ്. അദ്ദേഹം ഒരിക്കലല്ല 2 തവണ ബൂട്ടണിഞ്ഞു. അങ്ങനെ 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് SS നാരായണൻ. ഒളിമ്പിക്സിൽ ഇന്ത്യ ഇതുവരെ 28 മെഡൽ നേടിയിട്ടുണ്ട്. 28 മെഡലിൽ 9 സ്വർണം കിട്ടിയിട്ടുണ്ട്, 7 വെള്ളി കിട്ടിയിട്ടുണ്ട്,
12 വെങ്കലം നമുക്ക് ലഭിച്ചു. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇതുവരെ 28 മെഡലാണ് കിട്ടിയത്. അതിൽ 9 സ്വർണം, 7 വെള്ളി, 12 വെങ്കലം. ഇതുവരെ നമുക്ക് 28 മെഡൽ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കായിക പിതാക്കന്മാരെ നമ്മൾ കുറച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. യൂത്ത് ഒളിമ്പിക്സിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ ജാക്കസ് റോഗ് ആണ്. യൂത്ത് ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജാക്കസ് റോഗ്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലുഡിങ് ഗട്ട്മാൻ ആണ്. അപ്പൊ യൂത്ത് ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജാക്കസ് റോഗ് ആണ്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ലുഡിങ് ഗട്ട്മാൻ ആണ്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ലുഡിങ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ ആണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഷ്ലി കൂപ്പർ ആണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. കായിക കേരളത്തിന്റെ പിതാവ് GV രാജയാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി GV രാജയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഗുരുദത്ത് സോദിയാണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആഷ്ലി കൂപ്പറാണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പാരാലിമ്പിക്സിന്റെ പിതാവ് ലുഡിങ് ഗട്ട്മാനും ജാക്കസ് റോഗിനെ യൂത്ത് ഒളിമ്പിക്സിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ യൂത്ത് ഒളിമ്പിക്സ് ജാക്കസ് റോഗാണ്. പാരാലിമ്പിക്സ് ലുഡിങ് ഗട്ട്മാൻ ആണ്. കോമൺവെൽത്ത് ഗെയിംസ് ആഷ്ലി കൂപ്പറാണ്. ഏഷ്യൻ ഗെയിംസ് ഗുരുദത്ത് സോദിയാണ്. കായിക കേരളത്തിന്റെ പിതാവാണ് GV രാജ. കായിക കേരളത്തിന്റെ പിതാവ്. ശേഷം നമ്മൾ ഏഷ്യൻ ഗെയിംസിലോട്ട് കടക്കുന്നു. ഏഷ്യൻ ഗെയിംസ് സ്വാഭാവികമായിട്ടും പേര് പോലെ തന്നെ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കായിക മേളയാണ് നമ്മൾ ഏഷ്യൻ ഗെയിംസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കായിക മേളയാണ് ഏഷ്യൻ ഗെയിംസ്. 4 വർഷത്തിൽ ഒരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നതും 4 വർഷത്തിൽ ഒരിക്കൽ ഒളിമ്പിക്സ് നടക്കുന്നതും 4 വർഷത്തിൽ ഒരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നതും 4 വർഷത്തിൽ ഒരിക്കലാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവിനെ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം തന്നെയാണ് ഗുരുദത്ത് സോദി. 3 കാര്യങ്ങൾ. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കായിക മേളയാണ് ഏഷ്യൻ ഗെയിംസ്. 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. ഇദ്ദേഹം തന്നെയാണ്, ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നവും മുദ്രാവാക്യവും രൂപകൽപ്പന ചെയ്തത്. ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നവും മുദ്രാവാക്യവും രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഗുരുദത്ത് സോദി. പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതും ചോദിച്ചിട്ടുണ്ട്. പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1951 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ന്യൂഡൽഹിയിൽ പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഉദ്ഘാടനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മുദ്രാവാക്യവും ചിഹ്നവും രൂപകൽപ്പന ചെയ്ത വ്യക്തി ഗുരുദത്ത് സോദിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവായ ഗുരുദത്ത് സോദി. എന്താണ് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം ചോദിക്കുകയാണെങ്കിൽ എവർ ആൺ വേർഡ്സ് എന്നാണ്. എപ്പോഴും മുന്നോട്ട്. എവർ ആൺ വേർഡ്സ് എന്നാണ് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം. അപ്പൊ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദിയാണ്. 4 വർഷത്തിൽ ഒരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ഏഷ്യൻ ഗെയിംസ്. ഈ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് സിംഗപ്പൂർ തലസ്ഥാനമാക്കി നമ്മൾ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ രൂപീകരിച്ചു 1949. അപ്പൊ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് 1949. ഈ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സിംഗപ്പൂരിലാണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം. പക്ഷേ 81 അത് സിംഗപ്പൂരിൽ നിന്നുമെല്ലാം മാറുന്നു. 81 ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ പുനർനാമകരണം ചെയ്യുന്നു ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. 1981 ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ പുനർനാമകരണം ചെയ്ത് കുവൈറ്റിൽ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ വരുന്നു. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ 1981 ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിലാണ് ആസ്ഥാനം.
പ്രഥമ ഏഷ്യൻ ഗെയിംസ് നമ്മൾ പറഞ്ഞായിരുന്നു ന്യൂഡൽഹിയിൽ 1951 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നു. ഏത് സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ ധ്യാൻചന്ദ് സ്റ്റേഡിയമാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ധ്യാൻചന്ദ്. ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ന്യൂഡൽഹിയിലെ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത MT വത്സമ്മയാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് MT വത്സമ്മ. എന്നാൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി TC യോഹന്നാനാണ്. വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി TC യോഹന്നാനും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ MT വത്സമ്മയാണ്. എന്നാൽ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന മലയാളി താരമാണ് PT ഉഷ. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന ഇന്ത്യൻ താരം അല്ലെങ്കിൽ മലയാളി താരം ചോദിക്കുകയാണെങ്കിൽ അത് PT ഉഷയാണ്. അപ്പോൾ വ്യക്തിഗത ഇനത്തിൽ TC യോഹന്നാനും ആദ്യം ലഭിക്കുന്നത് MT വത്സമ്മയ്ക്കും. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം സ്വർണ്ണ മെഡൽ നേടുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന മലയാളി താരം ഇന്ത്യൻ താരമാണ് PT ഉഷ. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലും പാലംബാങ്ങിലുമാണ്. രണ്ടും ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയുടെ ജക്കാർത്തയിലും പാലംബാങ്ങിലുമാണ്. 2022 വേദി ചോദിക്കുകയാണെങ്കിൽ ഹാങ്ഷു ആണ്. ഹാങ്ഷു ചൈനയിലാണ്. 2022 അടുത്ത വർഷത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നു. 2022 ചൈനയിലാണ്. 2026 വേദി നഗോയ. നഗോയ ജപ്പാനിലാണ്. നഗോയ. 2030 വേദി ചോദിക്കുകയാണെങ്കിൽ ദോഹ ഖത്തറിലാണ്. 2030 വേദി. 26 നഗോയ. 2022 ഹാങ്ഷു ചൈനയിലാണ്. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നല്ല, എങ്കിലും നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ധ്യാൻചന്ദ് സ്റ്റേഡിയം ന്യൂഡൽഹിയിൽ 1951 ഉദ്ഘാടനം. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ചോദിച്ചാൽ ഗുരുദത്ത് സോദിയാണ്. എത്ര വർഷത്തിലൊരിക്കലെന്നറിയാം? 4 വർഷത്തിലൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അതിനുശേഷം ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന താരം ഇന്ത്യൻ താരം മലയാളി താരമാണ് PT ഉഷ. വ്യക്തിഗത ഇനത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന താരം ചോദിക്കുകയാണെങ്കിൽ അത് MT വത്സമ്മയാണ്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസ് മാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടക്കുന്ന ഒരു കായിക മാമാങ്കമാണ് ഏഷ്യൻ ഗെയിംസ്. പിതാവ് ചോദിച്ചാൽ ഗുരുദത്ത് സോദിയാണ്. 4 വർഷത്തിലൊരിക്കൽ തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. പ്രഥമ ഏഷ്യൻ ഗെയിംസ് 1951 ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യൻ ഗെയിംസിന് പേര് നിർദ്ദേശിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി താരം TC യോഹന്നാനും ഏഷ്യൻ ഗെയിംസിൽ ആദ്യം സ്വർണം ലഭിക്കുന്നത് MT വത്സമ്മയ്ക്കും. എന്നാൽ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന ഇന്ത്യൻ താരം അല്ലെങ്കിൽ മലയാളി താരമാണ്, അതാണ് PT ഉഷ. 2018 ഏഷ്യൻ ഗെയിംസ് വേദി നടന്നത് അത് ഇന്തോനേഷ്യയുടെ ജക്കാർത്തയിലും പാലംബാങ്ങിലുമാണ്. 22 ഹാങ്ഷു ചൈനയിലാണ്. 26 നടക്കുന്നത് നഗോയ ജപ്പാനിലാണ്. നഗോയ 26 വേദി. 30 ദോഹ ഖത്തറാണ്. ദോഹ ഖത്തറിലാണ്. ഓക്കെ.